കസേരയിലേക്കോട്ടെ. MGS മൈത്രി എന്ന കൂട്ടിലാണ് നിൽക്കുന്നത്. ഈ MGS പറ്റി കലപ്പറ്റ നാരായണൻ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ ഭാഗം ഞാൻ ഇപ്പോൾ പറയുകയാണ്. മൈത്രി എന്ന വീട്ടിൽ നടന്നത്ര പ്രബുദ്ധമായ സംവാദങ്ങൾ ഒരുപക്ഷെ ഹാരിസൺ റോഡിലെ ഗോവിന്ദൻ്റെ വീട്ടിലോ മറ്റോ മാത്രമേ നടന്നിട്ടുള്ളൂ. ഒരു വിസിറ്റേഴ്സ് ഡയറി സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇത്രമേൽ വൈവിധ്യമുള്ള എൻ്റെകളുള്ള ഡയറി വേറെ കാണില്ലെന്ന് പറഞ്ഞേനെ. രവി വിജയ് മുതൽ റമീല താപ്ര വരെ അനവധി അത്ഭുത മനുഷ്യർ ഇവിടെ വന്നിട്ടുണ്ട്. ആ കസേര ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ രാമനോഹർ ലോഹിയുടെ ചരിത്രത്തിൻ്റെ ചക്രം എന്ന പുസ്തകത്തിലെ ഭാഗം വായിക്കുകയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ബെർലിൻ സർവകലാശാല റെസ്റ്റോറൻറ്റിലെ ഒരു മേശയ്ക്ക് ചുറ്റും കുറച്ച് ചരിത്ര വിദ്യാർത്ഥികൾ ഇരിക്കുകയായിരുന്നു. ഇത് 1954 പറയാം, മിക്കവാറും അപ്പോൾ 1934 അവരിൽ ചില മാർക്സിസ്റ്റുകളും മറ്റു ചില ഹെഗേലിൻ്റെ അനുയായികളും ആയിരുന്നു. തുടർന്ന് വികസിച്ച ഒരു നാഗരികതയുടെ നാടായിരുന്നു ഇന്ത്യ. എങ്ങനെ വിദേശാധിപത്യത്തിന് അനുഭവപ്പെട്ടു എന്ന് ഞാൻ അവരോട് ചോദിക്കാനിടയായി. ചരിത്രം പഠിച്ചവർക്ക് ചേർന്നതുപോലെ അവരായിരുന്നു അഹങ്കാരികളായിരുന്നു. ഈ ഒരു ആശയം അപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് ഞാൻ 10ാം ക്ലാസ് വരെ എത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് അഹങ്കാരമാവില്ല എന്നുള്ളൊരു കാര്യം തന്നെ മനസ്സിലായി. അങ്ങനെ ആ സംശയമായിട്ട് ഞാനിങ്ങനെ നടക്കാൻ നടന്നു. അങ്ങനെയൊക്കെയാണ് ഇത് ഞാൻ വായിച്ചത്. ഏകദേശം 2000 അത് കഴിഞ്ഞ് 2020 വരെ എനിക്ക് ഈ സംശയം തിരികെച്ചില്ല. അങ്ങനെ 2020 ആയ സമയത്ത് ഞാൻ പ്രത്യേക സാഹചര്യത്തിൽ MGS വീട്ടിൽ പോകേണ്ട സാഹചര്യം. MGS വീട്ടിൽ ഞാൻ ആദ്യത്തെ പോയത് ഇദ്ദേഹത്തോട് സാറേ അദ്ദേഹത്തിൻ്റെ ഉറപ്പ് ജന്മനിച്ചാണ് നല്ലത് വിശ്വസിച്ചു. അല്ലാതെ അതിന് മുമ്പ് എനിക്ക് പോയിട്ടുണ്ട്. അതായത് നമ്മളെ 2010 അതായത് നമ്മളെ ദേശഭക്തി ലൈബ്രറിയുടെ സാഹിത്യ സമിതി സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ MGS ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അദ്ദേഹം ക്ഷണിക്കാനും പോയിരുന്നു, ഇത് വിളിക്കാനും പോയിരുന്നു. അപ്പോൾ അതേസമയത്ത് അത് കൂടുതലായിട്ട് സംസാരിക്കാനൊന്നും അവസരത്തില്ല. ഈ 4 അവസരങ്ങൾ പഠിത്തം കിട്ടും. അതിലെനിക്ക് അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇതിൽ പറഞ്ഞ കാര്യം, അതായത് ഹംബാഗിലായിരുന്നില്ല ചരിത്രം പഠിച്ചാൽ എന്നത് പരിപൂർണ്ണമായി ശരിയാണ്. അങ്ങനെ അത് അവിടെ കഴിഞ്ഞു. അവിടെ കഴിഞ്ഞ് പിന്നെ ഈ MGS അങ്ങനെയായിരിക്കും. പക്ഷേ MGS ഇന്ത്യനുമായി എല്ലാ ആൾക്കാരും അതുപോലെ ആയിരിക്കില്ല. ചരിത്രം പഠിച്ച ഹംബാഗിലാകില്ല എന്ന് സംശയം എപ്പോഴും നിലയ്ക്കുണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് ഈ MGS മരണമൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ MGS മരണം സംഭവിച്ച സമയത്ത് ഞാനവിടെ അദ്ദേഹത്തിൻ്റെ ആദ്യം ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഒരു അനുസ്മരണ ഒരു അനുശോചന യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തു. അതിൽ പങ്കെടുത്ത സമയത്ത് കാണുന്ന കാര്യം എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരൊക്കെയാണ് അധികം വൈകാരിക ആഗ്രഹങ്ങൾ വൃത്തിയാക്കാൻ പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഞാൻ വരാൻ എത്താൻ ഫ്ലിറ്റായിട്ട് ഇപ്പോൾ ഗ്രൂപ്പിൻ്റെയും പിന്നെ അതുപോലെ തന്നെ കാര്യസാരി പിന്നെ പ്രസംഗം കേൾക്കാൻ പറ്റില്ല. ഞാൻ പോകുന്ന സമയത്ത് പ്രസംഗിച്ച ആരാച്ചാൽ ഷിജാസ് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം നമ്മളെ ചാനൽ TV ചാനൽ ഇദ്ദേഹത്തെ പറ്റിയൊക്കെ ഇദ്ദേഹത്തെ പറ്റില്ല എനിക്ക് ആശയം കൈമാറി വെക്കും. അദ്ദേഹത്തിന് പതിപ്പുണ്ടായിരുന്നു. അത് ഇവിടെ ഇയാൾ സംസാരിക്കേണ്ടപ്പോൾ അതിലൊക്കെ തന്നെയും ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം ഈ ഇദ്ദേഹത്തിൻ്റെ, അതായത് നമ്മളെ MGS സ്വാധീനം ഇദ്ദേഹം നിലപാടുകൾ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞ അവസാനം അവിടെ നിന്ന് പറഞ്ഞൊരു ചരിത്ര കൗൺസിലിൻ്റെ ഒരു വലിയൊരു പരിപാടി, അതായത് MGS സംഭാവനകളെ പറ്റി നല്ലൊരു പരിപാടി നമ്മളിവിടെ അടുത്ത് തന്നെ ഇവിടെ ചർച്ച. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് അവിടെ മനസ്സിലാക്കാൻ വെച്ചിട്ട് ഞാൻ അവിടെ പോയി. അവിടെ പോയ സമയത്ത് അവിടെ ഈ പരിപാടി മറ്റേ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ സാമൂഹ്യ KN ഗണേഷ് സാർ. അദ്ദേഹമായിട്ട് ചെറിയൊരു കണക്ഷൻ നമ്മുടെ അങ്ങനെയല്ല, അദ്ദേഹം എന്നെ അറിയില്ല. അദ്ദേഹം നമ്മളെ ഉദ്യോഗത്തിലേക്ക് വന്നിട്ടുണ്ട്. മാത്രം അദ്ദേഹം ഒരു ലേഖനം മാത്രം വീക്കിലി എഴുതിയപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു അഭിപ്രായം ഒരു എൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു. അദ്ദേഹം വളരെ ചരിത്രം പഠിച്ചാൽ ഭയങ്കര പഠിച്ചാൽ ഞാൻ ഒരു ചരിത്രം പഠിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി. 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ ഇങ്ങനെ എന്താ പറയാൻ സ്വാഭാവികമായി ചോദിച്ചുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പറ്റും. എനിക്കറിയുന്ന കാര്യം എനിക്കറിയുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടേ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധം ശേഷം ആദ്യമായിട്ട് ശ്രമിച്ചത് ഈ കേശവൻ വെളുത്താടത്ത് ഇദ്ദേഹത്തെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റിയായിട്ടുള്ള ബന്ധം ഇദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് ഇദ്ദേഹം രൂപപ്പെട്ടതെന്നൊക്കെ നമുക്ക് ഒരു പ്രഭാഷണം നടത്തിയത്. ഈ ആദ്യമായിട്ട് ഈ കേരള യൂണിവേഴ്സിറ്റി ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉണ്ടായിരുന്നു. അതിനുശേഷം എളംകുളം കുഞ്ഞമ്പിള്ള അവിടെ വന്നു. എളംകുളം കുഞ്ഞമ്പിള്ള എന്ന് പറയുന്നത് ശരിക്കും അവിടെ എത്തിയപ്പോൾ അവിടെ ജൂനിയർ മോഷനായിട്ടാണ് അവിടുത്തെ കൂടുതൽ എക്സ്പീരിയൻസ് പോയത്. അപ്പോൾ അവിടെ ആൾക്കാർ ഈ ജൂനിയർ മോഷണ അധികം ഹിന്ദി സബ്ജക്റ്റിലാണ് ഏൽപ്പിച്ചത്. അങ്ങനെ കേരള ഈ ചരിത്രം എന്ന സബ്ജക്റ്റ് ഇയാൾ ഏൽപ്പിച്ചു. അങ്ങനെ ഇയാളത് പിന്നെ അത് അതിനെപ്പറ്റി വിദ്യാർത്ഥി വേറെ ഗുണമുണ്ടായിരുന്നു. ഇതേ കേരള ചരിത്രം സാഹിത്യ ചരിത്രം കേരള പഠിച്ച് പലതും മനസ്സിലാക്കി. അതുമായിട്ടും പലതും ഇദ്ദേഹത്തിൻ്റെ
മുൻകാലത്ത് ആൾക്കാർ കണ്ടെത്തി ശരിയാണെന്ന് ഇയാൾ തോന്നി. അങ്ങനെ അയാൾ എന്നെ വിളിച്ചാൽ അത് കുറച്ചുകൂടി ഇയാൾ അതിലേക്ക് ഇറങ്ങി. അയാൾ മറ്റേ ഈ ഇതെന്താ പഠിപ്പിക്കാനുള്ള ഉത്തരവാദികൾ, അതായത് മറ്റേ ഒട്ടയത്ത് കുറേ പഠിച്ചു അങ്ങനെ കുറേ കൂടി സംഭവം മനസ്സിലാക്കി. അങ്ങനെ അയാൾ കുറേ 100 രേഖകളൊക്കെ പരിശോധിച്ചു നിലപാടെടുത്തു. ആ നിലപാടിലൊന്നാണ് ഈ മരുമക്കത്തായ സമ്പ്രദായം കേരളത്തിൽ എങ്ങനെ ഉണ്ടായെന്നുള്ള ഒരു സംഭവം. അങ്ങനെ ആ ഒരു അവസ്ഥ അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ കോഴിക്കോട് നിന്നും കോളേജിൽ നിന്നും നമ്മളെ MGS സാറാണ് അവിടെ ഡോക്ടറേറ്റ്, പ്രൈവറ്റ് ഡോക്ടറേറ്റ് അവിടെ എത്തിയപ്പം ഈ ഇളംകുളം കുഞ്ഞമ്പിള്ളേൻ്റെ ഒരു സാഹചര്യം എന്നാണ് ഇയാൾ പിന്നെ നോക്കുന്നത്. ഇളംകുളം കുഞ്ഞമ്പിള്ള കണ്ടെത്തിയ ഈ 100 രേഖ അതും മുഴുവൻ പരിശോധിക്കുകയാണ്. ഞാൻ പറഞ്ഞ പ്രത്യേകം രേഖകളും അദ്ദേഹം ഇത്ര ഇളംകുളം കുഞ്ഞമ്പിള്ളേക്ക് അദ്ദേഹം നേരത്തെ പറഞ്ഞ് ഈ വട്ടയത്ത് ഓരോ കുറേ കൂടി രേഖകളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ഒരു നിലപാട് എന്തായാലും വെച്ചാൽ നമ്മളെ നാട്ടിലെ ഇതുണ്ടല്ലോ ഈ വിദേശികളാണ് നമ്മളെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്, കേരളത്തിലേക്ക് വിദേശത്ത് നമ്മുടെ കേരളത്തിൽ ഭൂപ്രകൃതി ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഇളംകുളം പറഞ്ഞതെന്ന് വെച്ചാൽ അവരെയൊക്കെ നമ്മൾ ഊരിത്തിരുത്തി അല്ലെങ്കിൽ അവരെയൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറിയെന്നാണ് ഇളംകുളം കുഞ്ഞമ്പളം. അത് MGS നിരാകരിച്ചു. MGS പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കുത്തുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ കുറ്റിക്കാൻ ദോഷമുള്ളവർ പറഞ്ഞാൽ ഇപ്പം നിലയ്ക്കുന്ന ഒരു കാലത്ത് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവില്ല. നമ്മളെ അവർ പണമാണ് ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ സ്ഥിരം നൽകി എന്നും പറഞ്ഞ് വേറെ നിലപാടെടുത്തു. അങ്ങനെ അതാണ് ഇതിൻ്റെ ചുരുക്കം. ഇന്ത്യത്തിൻ്റെ ചെയർമാൻ കാലഘട്ടത്തിലെ ഒരു ചുരുക്കായിട്ടുള്ള സംഭവമാണ്. അപ്പം അങ്ങനെ ഇതായി. പിന്നെ അത് പിന്നെ ഈ വിഷയം ഇയാൾ പറഞ്ഞിട്ടുണ്ട്. വെളുത്താടൻ കേശവ വെളുത്താടൻ പറഞ്ഞ ശേഷം പിന്നെ അവിടെ 3-4 ആൾക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊരു മാത്യു തരയ്ക്കുന്ന പറഞ്ഞ വ്യക്തി, അദ്ദേഹം മറ്റേ നമ്മളെ ഇതില്ലല്ലോ നമ്മുടെ KM രാജുവിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ KM രാജു ഇവിടെ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനം നമ്മളെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇന്ത്യനോട് കുറച്ച് കമ്പയർ ചെയ്തുകൊണ്ട് അതിനുശേഷം അവിടെ പിന്നെ ഈ പറഞ്ഞ് നമ്മളെ ഭാരതം കൂടെ ഞാൻ കുളിക്കാൻ വരുന്നത് ശരിയായി നമ്മളെ വരുന്നത്. അദ്ദേഹം MGS ആയിട്ടുള്ള അനുഭവങ്ങൾ പല സ്ഥലത്തും പോയിട്ട് ഈ സ്ഥലം കളക്ടെടുത്ത് മറ്റേ രേഖ കണ്ടെത്തുക, അതിൽ ഈ പറഞ്ഞ ഇതിൻ്റെ ഉണ്ട് നേരത്തെ പറഞ്ഞു ഓരോ വീട്ടും മറ്റൊരുത്തിൻ്റെ ഒക്കെ വായിച്ച് ചെന്നെത്തി അവരുടെ അനുഭവം വിഷമമായ അനുഭവം അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹം പങ്കുവച്ചു. പിന്നെ ഇതിൽ അവസാനമായിട്ടൊരു വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ചില വിമർശനങ്ങൾ MGSനെതിരായിട്ട് ഉന്നയിക്കും. അത് MGS വിമർശനത്തോളം തയ്യാറായ വ്യക്തിയാണ്. അയാൾ സ്വാധീനം അതുകൊണ്ടാണ് അയാൾ അവതരിപ്പിച്ചത്. അതിലൊരു കാര്യം എന്താ വെച്ചാൽ കാര്യമായിട്ട് ഈ 4 എന്ന് പറഞ്ഞ സംഭവം, അതായത് ബ്രാഹ്മണന്മാരുടെ ഒരു അധികാര കേന്ദ്രം ഇവർക്ക് അന്നത്തെ കേരളത്തിൽ അനുഭവമായിട്ടുണ്ടായിരുന്നു അവരെ. അപ്പം അത് ആദ്യം MGS കണ്ടെത്തൽ അതിൻ്റെ നിയന്ത്രണത്തിലാണ് ഭരണമാണ്. പിന്നെ MGS കണ്ടെത്തൽ അതിൻ്റെ ഇതാണ് അതിൻ്റെ ആധിപത്യമുള്ള ഒരു ഭരണമാണ്. അത് പിന്നീട് ഈ പറഞ്ഞ വേണമെന്ന് പറഞ്ഞിട്ട് അത് രണ്ടാമത് പറഞ്ഞതിന് കാര്യം തെളിവൊന്നുമില്ല എന്നുള്ളൊരു ആർഗ്യുമെൻ്റാണ് MGSനെതിരായി ഉണ്ടായിരുന്നത്. എന്തിനായിരുന്നാലും MGS ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യ നിലനിന്നു ആ കാലം നിലനിന്നു എന്ന് പറഞ്ഞ നിലപാടാണുള്ളത്. അതിൻ്റെ ഇപ്പം നമ്മളെപ്പോഴും ആൾക്കാർക്ക് ജാതി വ്യവസ്ഥ ഉണ്ടെന്നുള്ളൊരു സംശയം തരും. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ നാനാഭാഗത്തും ജാതി വ്യവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കിയതാണ്. ഞാൻ പിന്നെ എൻ്റെ സംബന്ധിച്ച് വെച്ചാൽ ഞാനൊരു സോഷ്യലിസ്റ്റ് ആശയഗതിക്കാരനാണ്. മെയ് അതായത് മാർച്ച് 3 മറ്റേ സമകാലിക മലയാളത്തിൽ ഒരു ലേഖനമുണ്ട്. അതിൽ ജാതിയും സോഷ്യലിസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് എഴുതിയ ആളെ പേര് ഉണ്ണി ബാലകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞതിനാണ് ഇന്ത്യൻ സമൂഹഘടനയിലെ അടിസ്ഥാന യൂണിറ്റായി ജാതിയെ തിരിച്ചറിയുന്നതിൽ മനുഷ്യ സോഷ്യലിസ്റ്റ് വീഴ്ച പറ്റിയിട്ടില്ല. അത് അപ്പോൾ അത് ഇപ്പം വന്നു. അപ്പോൾ അടുത്ത കാലത്ത് വന്നു ഇയാൾ സോഷ്യലിസ്റ്റിലേക്ക് എത്തിയാണ്. ഇദ്ദേഹം നിരീക്ഷണം നടത്തി ഉണ്ണി ബാലകൃഷ്ണൻ. അത് കഴിഞ്ഞ് പിന്നെ ആ വീക്കിൽ തന്നെ വേറൊരു ലേഖനമുണ്ട്. അതായത് മുസരീസ് അറിയുന്ന കരുത്തത്തിലേക്ക് ഒരു കവാടം. അതിലിങ്ങനെ പറയുന്നത് നിധിവേട്ടക്കാർ പാരായണത്തിയവരും മതപ്രചാരകരും കച്ചവടക്കാരും അറബികളും വെള്ളക്കാരുമെല്ലാം നമുക്കറിയാവുന്ന ചരിത്രത്തിൻ്റെ ആർമ്മകൾ തന്നെ ഇവിടെ എത്തിക്കുന്നത് പ്രധാനമായും മലബാർ തീരം വഴിയായിരുന്നു ഇത് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ ഇത് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ ഭൂപ്രകൃതിയുടെ ഉൽപ്പന്നങ്ങൾ അത് ചരിത്രാതീത കാലം മുതൽ നമ്മളെ സ്വത്താണ്. അതിന് വേണ്ടിയിട്ട് വന്നു. അത് നമ്മളെ ഇന്നും നമ്മുടെ സ്വത്ത് അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് അത് നിലനിർത്തുക. അതിൽ നിന്നും മറ്റേ പുഷ്പം തേരെടുക്കുന്നമാതിരി നമ്മൾ ആവശ്യത്തിൻ്റെ എടുക്കുക, എന്നിട്ട് അത് നിലനിർത്തുക. അത് നമ്മളെ വലിയൊരു ഡ്യൂട്ടിയാണ്. ചരിത്രം വെക്കുള്ളത് ഈ സംഭവത്തിന് അത് ചെയ്യാന്നിട്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മെയിൻ ഭാഷ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
അത് കഴിഞ്ഞ ശേഷം പറഞ്ഞുകൊണ്ട് ഞാൻ എം ജി സി അവിടെ എം ജി സി ചരിത്രബോധത്തെപ്പറ്റി ഞാൻ പുസ്തകമാണ്. പിന്നെ അവിടെ ഉണ്ടായൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ സാഹിത്യ സംബന്ധമായ എം ജി എസിൻ്റെ സാഹിത്യ സംബന്ധമായ നിലപാടുകളെ പറ്റിയിട്ട് ഒരു പ്രഭാഷണം അത് നടത്തിയത് കെ പി രാമനുണ്ണിയാണ്. അപ്പോൾ കെ പി രാമനുണ്ണീൻ്റെ ഒരു ചെറുതായി പഠിത്തം സുഭാഷ് പുസ്തകം അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ എത്തുന്നു. അതുപോലെ അങ്ങനെ അദ്ദേഹമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ അദ്ദേഹമായിട്ട് മാനസികമായിട്ട് ഇതുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യം എന്താ വെച്ചാൽ നമ്മളെ എം ജി എസിൻ്റെ അഭിപ്രായം പറഞ്ഞു. എം ജി എസിൻ്റെ ലേഖനത്തിൽ അതായത് നമ്മളെ ഇതുണ്ടല്ലോ നമ്മളെ സാമൂഹ്യ പുരോഗതിയിൽ സാഹിത്യത്തിൻ്റെ പങ്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കാര്യമായിട്ട് ഉണ്ടാകില്ല. അത്രയും സാമൂഹ്യ പുരോഗതി നമ്മളെ സാഹിത്യത്തിൽ പങ്കിട്ടിരുന്നില്ല, ലിറ്ററേച്ചർ പങ്കിട്ടുന്ന അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ഒരു അഭിപ്രായം നമ്മളൊക്കെ പൂർണ്ണ അംഗീകരിക്കുന്ന അഭിപ്രായം തന്നെയാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഈ സാഹിത്യകാരന്മാരുണ്ട്, അതുവരെ ഇപ്പോഴത്തെ ഈ കേരളത്തിന് ആയിരിക്കും. അപ്പം അതിൽ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വായിച്ചു പോയപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും നമുക്കത് എന്തൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന സമ്മതി വേണം എന്നുള്ളത് എൻ്റെയൊക്കെ ഒരു അഭിപ്രായം. എൻ്റെ ആ ഒരു നിലപാടിൽ നമ്മളെ ഉജ്ജയിനിയും നമ്മളെ കൂട്ടായ്മ എന്ന സംഘടനയും കുറച്ച് അതിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഒരു കാര്യം പറയേണ്ടത് എം ടി വാസുദേവന്മാർ നടത്തിയത്. അതിലൊരു കാര്യം എന്താ വെച്ചാൽ എം ടി വാസുദേവനെ പറ്റിയിട്ട് മുരളി സമാനമായിട്ടുള്ള രേഖയാണ്. അതിൽ പറയുന്നത് ഇദ്ദേഹം ഇതിൻ്റെ ഉപസംസ്കാരത്തിനായിട്ട് ഒരുപാട്. അപ്പോൾ നമ്മളെ കൂട്ടായ്മ സംഘടന നോക്കിയപ്പോൾ അതിൽ അതിനെപ്പറ്റി കേരള ഇതല്ല ഈ കേരള കൗമുദിയുടെ ലേഖനം മതി. അതെന്താ വെച്ചാൽ നമ്മുടെ ഉപസംസ്കാരത്തെ കെട്ടുകെട്ടിക്കാൻ മൂസാനിയുടെ യജ്ഞം. അങ്ങനെ അത്ര പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ വേറെ ഒരു സംഭവം നമ്മുടെ പേരാമ്പ്രയല്ലേ ഇയാളുണ്ട്, നമ്മുടെ മരിച്ചുപോയ ടി പി രാജുവിൻ്റെ മരണശേഷം ഒരു പരിപാടി. അപ്പം അതിൽ നമ്മളൊരു വിദ്യാർത്ഥി പുസ്തകം, അതായത് മറ്റേ എഴുത്തും ജീവിതവും ഒരു എഴുത്തും ജീവിതം പുസ്തകമുണ്ടല്ല, പേര് പെട്ടെന്ന് മനസ്സില്ല. അപ്പം അതിൽ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം അന്നത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിൻ്റെ ഒരു അമിതമായ പ്രവർത്തനം ഇയാൾ എങ്ങനെ കുഴപ്പത്തിലാക്കി, അമിതമായ ഒരു അധികാര പ്രവണതകൾ എങ്ങനെയാണ് കുഴപ്പത്തിലാക്കിയെന്ന് പറയുന്നത്. അപ്പം ആ ഒരു ആശയം നമുക്ക് ഒരു ഉൾക്കൊണ്ടാൽ നല്ലതാണെന്നെ ആശയം അതിലൂടെ നമ്മളും അത് വ്യക്തമാക്കി. പിന്നെ അവിടെ പിന്നെ ഈ ഇന്നത്തെ പരിപാടി തന്നെ നമ്മളിപ്പോൾ ഈ ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ്റെ ഒരു അഭിപ്രായമുണ്ട്. അതിനെപ്പറ്റി ഇനി പറയാം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. പിന്നെ രണ്ടു കാര്യം 3-4 ആൾക്കാരെ കാര്യങ്ങൾ, അതായത് നമ്മളെ ശ്രീഹർഷൻ നമ്മൾ നടത്തുന്നുണ്ട് ഒരാൾ, അയാൾ മറ്റേ ആറാണെന്നതിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ അടുത്ത കാലത്താൽ അക്കിത്തത്തെ പറ്റിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ എന്നുവെച്ചാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്വാതന്ത്ര്യം പൗരസ്ത്യ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാനുള്ളതാണ് ഈ ആറാമിൻ്റെ അക്കിത്തത്തിൻ്റെയൊക്കെ എഴുത്തുന്നത്. അത് നമ്മളൊന്ന് വിജയിപ്പിക്കാൻ നമ്മുടെ ഒരു ആശയം നിലയിൽ അത് ഒരു പ്രാധാന്യം പറഞ്ഞുള്ള അഭിപ്രായക്കാരനാണ്. അതും നമ്മൾ ഒരിക്കലും എൻ്റെ ടി വിയിൽ എൻ്റെ ചാനലിൽ ഈ ശ്രീഹർഷൻ്റെ പുസ്തകത്തെ പറ്റിയിട്ട് ഒരു ചർച്ചയാണ് ഞാൻ നടത്തിയത്. അതല്ലാതെ വേറെ ഒരു എന്താ വെച്ചാൽ പ്രസാദ് കഥയ്ക്കൽ എന്ന് പറഞ്ഞ വ്യക്തി നമ്മളിതിലുണ്ട്, എല്ലാവരും അറിയാം, അദ്ദേഹം കുടുംബശ്രീയുടെ വലിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, അതായത് മറ്റേ ഈ പേര് പൊരിവയിലും പെരുമഴയും പേര്. അപ്പോൾ അതിൽ ഇദ്ദേഹം പുസ്തകം വായിച്ചപ്പോൾ ഈ തോന്നിയ കാര്യം വെച്ചാൽ ഈ യോഗയുടെ അതായത് തിയറി ഓഫ് മെഡിസിൻ അയാളെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്നത്. അദ്ദേഹം യോഗയെ പറ്റുന്ന അറിയില്ല, എനിക്ക് സ്വയം തോന്നിയ കാര്യം ചെയ്തു. അപ്പോൾ അത് ആ ഒരു പുസ്തകം നമ്മളെ ആധുനിക നായകൻ്റെ പ്രവർത്തനത്തിലെ ഒരു ലേഖന ആണിതുള്ളത്. അപ്പോൾ അതും നമ്മുടെ ഈ ചരിത്രചക്രമൊക്കെയുള്ള ആ നിലയ്ക്ക് അതും ആൾക്കാർക്ക് വായിച്ചാലാണ്ട് ഏറ്റവും. പിന്നെ വേറെ ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ രജി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ കുറച്ച് പ്രായം 10 വയസ്സും കിട്ടുന്നു. അപ്പോൾ അവർ ഈ നമ്മുടെ ഉദ്യോഗ അധികാരി വന്നു, അവർ ഇപ്പോൾ ഇത് ചെയ്തു, അതായത് 1001 രാവുകൾ കഥകളുണ്ട്. അത് പ്രത്യേകമായിട്ട് ടി വി ചാനൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അത് നമ്മൾ പ്രത്യേക കഥ വായിക്കാനും മനസ്സിലാക്കാൻ താല്പര്യമുണ്ടാക്കും. അതും ചില നാട്ടക സംഭവം ഉണ്ടാക്കാൻ പറ്റും ഞാൻ വിചാരിച്ചു. അപ്പം അതുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ സാഹിത്യം മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ ചില സംഭവങ്ങൾ അതിന് ചില കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയണം, എങ്കിലേ അത് വേണ്ട വെച്ചാവുള്ളൂ. ഇന്നത്തെ അഭിപ്രായം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളെപ്പറ്റി കെ പി രാമനെപ്പറ്റി കാര്യം വേറെ പറയാനുള്ളത് വെച്ചാൽ അത് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞു ഇന്നത്തെ കാര്യങ്ങൾ അദ്ദേഹം കാര്യമായിട്ട് വിദ്യത്തെ പറ്റി എം ജി എസ് കിട്ടുന്നത്. ഒന്നെന്താ വെച്ചാൽ കേളപ്പജിയായിട്ടുള്ള എം ജി എസിൻ്റെ ബന്ധം. കേളപ്പജിയായിട്ട് വളരെ അടുത്ത കേളപ്പജി രൂപപ്പെടുത്തലൊരു പങ്കുവച്ച വ്യക്തിയാണ്
കേളപ്പല്ല എം ജി കേളപ്പജി. അതായത് കേളപ്പജിക്ക് ഒരു ഗവർണർ പോസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി. അത് വലിച്ചു കയറി എറിഞ്ഞാണ്. അത്രത്തോളം അധികാരത്തോടൊന്നും താല്പര്യമില്ലാത്ത ആ സ്വഭാവം. ആ സ്വഭാവം കുറേയൊക്കെ എം ജി എസ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല എം ജി എസ് കേളപ്പജി ഇലക്ഷൻ മത്സരിപ്പായി ഏജൻ്റായിട്ട് മെയിൻ ഏജൻ്റായിട്ട് കേളപ്പജിയാണ് എം ജി എസ് നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പോരാട്ടം അതിൽ കേളപ്പജിയോടൊപ്പം തന്നെ എം ജി എസ് ആ നിലയ്ക്ക് കേളപ്പജിയാൽ ബന്ധം വേണ്ട വെച്ചിൽ ഇയാളെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നതിൽ പറയേണ്ടതായിരുന്നു. രാഷ്ട്രീയ സാഹിത്യമൊക്കെ എൻ്റെ സാഹിത്യം അത്ര കേളപ്പജി കാര്യമായിട്ട് സാഹിത്യം ചെയ്തിട്ടാണ് ഇതുണ്ടല്ലോ വീട്ടിൽ പട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് രംഗത്ത് ആ പുസ്തകത്തിൽ അവതാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അപ്പം അത് വേണ്ടമായി പരിഗണിച്ചില്ലാന്നെങ്കിൽ ഇയാളെ പറ്റി അഭിപ്രായം. രണ്ടാമതായിട്ട് ഇദ്ദേഹം ഉണ്ടല്ലോ കെ പി രാമനുണ്ടി മറ്റേ എം ഗോവിന്ദനെ പറ്റിയിട്ട് കാര്യമായിട്ട് പരാമർശം നടത്തിയില്ല. അദ്ദേഹം എം ഗോവിന്ദൻ ശരിക്കും നമ്മളെ ഈ ഇതുണ്ടല്ലോ പൊന്നാനിക്കള്ളിയിൽ അങ്ങ് മെയിൻ റോളുള്ള ആളാണ് ഉള്ള ആളാണ്. അതിന് ബന്ധപ്പെട്ട ആളാണല്ലോ ഈ പറഞ്ഞ മറ്റേ നമ്മുടെ സാഹിത്യകാരന്മാർ കുറുവൊക്കെ. അപ്പം അത് വേണ്ടമായി പരിഗണിച്ചില്ല. മാത്രമല്ല അദ്ദേഹം പിന്നെ അതിനുശേഷം ഇതിൻ്റെ അദ്ദേഹം ഒരു ഗോവിന്ദൻ ഒരു വേറെ രാഷ്ട്രീയത്തിനാളാണ്. നമ്മളെ അഖിലേന്ത്യാ തലത്തിലുള്ള മറ്റേ നമ്മളെ എം എൻ റോയ് നവ ഹ്യൂമനിസത്തിൻ്റെ ആളാണ്. എം എൻ റോയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ആയിട്ടാണ് ഇയാൾ ഉണ്ടായിരുന്നത്. ആ നിലയ്ക്കുള്ള ചില ആൾക്കാർ സാഹിത്യകാരന്മാർ കലാകാരന്മാരൊക്കെ എം ഗോവിന്ദനെ അടുത്ത ബന്ധമുള്ള ആൾക്കാരൊക്കെ തന്നെയും പിന്നെ വന്ന് ഈ പൊന്നാനി കളറിക്ക് ശേഷം കോഴിക്കോട് ആറാമെന്നുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് കുറേ ചർച്ചകളൊക്കെ പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു കൺഷൻ ഈ എം ഗോവിന്ദ എം ജി എസ് സാറാണ് ഈ ആറാമെന്നും പിന്നെ മറ്റുള്ള അക്കിത്തം പിന്നെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ പിന്നെ എം ജി ഹുമ്മദ് അത് ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ ഈ എം എൻ റോയിൻ്റെ അതായത് അത് നയിക്കുന്നു. അപ്പം അത് പിന്നെ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഇതുണ്ട് ഇയാൾ പറ്റി ഇയാളും ഈ കോട്ടയം കേന്ദ്രമായി ആലപ്പുഴ കേന്ദ്രമായിട്ട് വേറെ സംഭവം ഇത് തയ്ച്ചു. അതായത് ഒരു തനത് നാടകം വേണ്ടി ഉണ്ടാക്കാൻ പറ്റി. അപ്പം അതിൽ ഈ അയ്യപ്പണിക്കരും അതേമാതിരി തന്നെ എം ഗോവിന്ദൻ സാഹിത്യ സംഭവമാണ്. അത് നമ്മളെ അരവിന്ദൻ്റെ കാര്യം അവനും കണ്ടെത്തുന്ന കാര്യം അറിയുകയാണ്. അപ്പം അതിൻ്റെ അത് മാത്രമല്ല കുറേയധികം കലാകാരന്മാർ നമ്മുടെ കടമട്ട് രാമകൃഷ്ണൻ പിന്നെ മൂവി പിന്നെ നടൻ ഇയാൾ മുരളി പിന്നെ വേറെ മറ്റേ നെടുമുടി വേണു അധികം കലാകാരന്മാർ സാഹിത്യ പ്രസ്ഥാനത്തിന് വളരെയേറെ അനുഗ്രഹം നൽകിയ വ്യക്തിയാണ് ഇയാൾ എനിക്ക് തോന്നുന്നു. അത് കേരളത്തെ സംബന്ധിച്ച് പറയേണ്ട കാര്യമുണ്ട്. ആ സംബന്ധിച്ച് തന്നെ പിന്നെ വേറൊരു കാര്യം എന്താ പറയാൻ വെച്ചാൽ നമ്മുടെ കർണാടകയിലെ വിവാഹാന്തമൂർത്തിയായിട്ട് നല്ല ബന്ധമായിരുന്നു എനിക്ക് തോന്നുന്നു. ഗവൺമെൻറ് പറഞ്ഞ പോലെ ഇതൊക്കെ അപ്പുറമായിട്ട് കർണാടകയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയാണ്. യങ്കേഷ് പിന്നെ അതുപോലെ തന്നെ മേലക റെഡ്ഡി അവരുടെ ഭർത്താവ് പിന്നെ അങ്ങനെ മറ്റേ കുറേയധികം ആൾക്കാർ വിദ്യയായിട്ട് കണക്റ്റുള്ള ശ്രീകൃഷ്ണഹാലി പിന്നെ ശിവരാമകാരൻ ഇയാളെ ആദ്യ സിനിമ മറ്റേ ഈ പറഞ്ഞ വന്നപ്പോൾ എന്നതിന് ശേഷം ആദ്യമായി വന്ന സംസ്കാര സിനിമ ഒന്നുണ്ട് ഈ പറഞ്ഞ വന്നതിന് ശേഷം പിന്നെ സിനിമ നമ്മുടെ കൂടിയാണ് അത് ശിവരാമകാരത്തിന് അങ്ങനെ വളരെയധികം സിനിമകളും സംസ്കാരമൊക്കെ ഉണ്ടാക്കിയ ഭാഗമായിരുന്നു ഈ പറഞ്ഞ ഓഷായിരുന്നു ഈ പറഞ്ഞ ശിവരാമകാരൻ. അയാളായിട്ടുള്ള ഒരു കണക്ഷൻ ഇയാൾക്കുണ്ട്. അതും ആ നിലയ്ക്കുമ്പോൾ കേരളം മാത്രം ഇതിലേക്ക് കർണാടകത്തിലേക്ക് ബന്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പരാമർശിക്കുന്ന കേൾക്കില്ല എന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അത് അങ്ങനെ ഇയാളെ പിന്നെ ഈ പറയാനുള്ള കാര്യം വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ എം ജി സി ലോഹിയുടെ ആശയമായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ടോ സ്വാഭാവിക കണക്ഷൻ ഉണ്ടായേക്കാം. അപ്പം അത് എന്താ വെച്ചാൽ ഒരു രണ്ട് കാര്യങ്ങൾ തിരിച്ചിട്ടു. ഒന്നാമതായിട്ട് ഇദ്ദേഹം ഒരു മറ്റേ രണ്ട് സന്ദർഭങ്ങളിൽ ലോഹിയ വിചാരം വയ്ക്കുന്ന പരിപാടിക്ക് ഇന്ത്യ സംസ്ഥാനത്തിട്ട് അന്ന് ഏകദേശം 1967 കഴിഞ്ഞാൽ വെച്ച് ആദ്യകാലത്തിൽ 68 കാര്യമായിട്ട് അങ്ങനെ അന്ന് അയാളെ ആ സംസാരിച്ചേൽപ്പിച്ച് പിന്നീട് ഇയാൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ലോഹി കോഴിക്കോട് ട്രാൻസ്പോർട്ട് ഇദ്ദേഹം സദസ്സിലുണ്ടായി. എന്താ പറഞ്ഞാൽ ലോഹി പറഞ്ഞു ഞാൻ ഹിന്ദിയിലെ സംസാരിക്കും. അപ്പോൾ ഹിന്ദി അറിയുന്ന ആൾക്കാരുടെ ആരുമില്ല. അപ്പോൾ എന്താ പറ്റിക്കുക? അപ്പോൾ പിന്നെ ലോഹി പരിഹാരം പറഞ്ഞു. അതായത് ഞാൻ ഹിന്ദി സംസാരിക്കും, നിങ്ങൾ സംശയം വേണം ഇംഗ്ലീഷ് എന്നാൽ പിന്നെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഞാൻ പക്ഷേ അടിയന്തര പരീക്ഷ. അപ്പോൾ
അങ്ങനെ മലയാള ഭാഷ ഇംഗ്ലീഷിന്റെ ആധിപത്യം ബന്ധവും കൂടിയിട്ട് ഇന്നും കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ഈ മലയാള പ്രാദേശിക ഭാഷ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. അപ്പം അതിൽ തന്നെ വേറെ സംഭവം അടുത്ത കാലത്ത് ഈ ലേഖനം നമ്മുടെ ബെന്യാമിൻ ഒരു ലേഖനം മാതൃഭൂമി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെ ഈ പോർച്ചുഗീസുകാരോട് നമ്മളെ ഫൈറ്റ് ചെയ്തു. പോർച്ചുഗീസുകാരുടെ മാപ്പിള പടയാളികളും നായർ പടയാളികളും ഫൈറ്റ് ചെയ്ത് കേരളത്തിൽ നിന്ന് അവരെ കേരളത്തിൽ നിന്ന് മലബാർ നാട് ഓടിച്ച് ഗോവയിലേക്ക് ആക്കി. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ലെങ്കിൽ ബ്രസീൽ സംഭവിച്ചവരെ നമ്മുടെ പോർച്ചുഗീസ് ഭരണത്തെ അനുഭവപ്പെടുകയും നമ്മുടെ ഭാഷ ബ്രസീൽ അവരുടെ പ്രാദേശിക ഭാഷയില്ല, പോർച്ചുഗീസ് ഭാഷയില്ല. അതേമാതിരി പോർച്ചുഗീസ് ഭാഷയുടെ മാതൃഭാഷയായിട്ട് ഗതികേട് പെടുകയും എന്ന് ഈ ആക്ടിവിറ്റി ഞാൻ പറയുന്നത്. അപ്പം പ്രാദേശിക ഭാഷ ഇഷ്ടപ്പെടുത്താനുണ്ടായി. ഞാൻ പറഞ്ഞ കാര്യത്തെ പോർച്ചുഗീസുകാരോട് ജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഷ തന്നെ വിട്ടുപോകുന്നതായിരില്ല. നമുക്ക് നമ്മുടെ എഴുത്തിനും തുഞ്ചത്ത് എഴുത്തിനും പിന്നെ കുമാരനാശാനും കുഞ്ഞന്തമ്പേരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചാരം നേടിയ മറ്റു വ്യക്തികളാണല്ലോ അവധീത് ഉണ്ണികൃഷ്ണൻ, ലീല ജോസഫ്, രമ തുടങ്ങിയ ആൾക്കാർ. രമ പരപ്പിൽ അവരുടെ പാട്ടുകളുടെ പ്രത്യേകത വെച്ചാൽ വളരെ ഭാവാത്മകമായ പാട്ടാണ്. അപ്പോൾ മലയാളത്തിലെ ഈ ഭാവാത്മക പാട്ടുകൾ ആരാണ് സംവിധാനം ചെയ്തെന്ന് നമുക്ക് ആദ്യം നമുക്ക് പറയാൻ കഴിയാം ദേവരാജ മാഷ്. ദേവരാജ മാഷയുടെ പാട്ടുകളുടെ അർത്ഥത്തിനനുസരിച്ചുള്ള ഭാവം നൽകിയിട്ടുള്ള പാട്ടുകൾ കൂടുതലും വന്നിരിക്കുന്നത്. ദേവരാജ മാഷെ പറ്റിയിട്ട് ആദ്യം അങ്ങനെ ദേവരാജ മാഷെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതായത് 95 ഞാൻ പൊട്ടപ്പോൾ ഞാനിവിടെ കൊയിലാടി ഇവിടെ കോഴിക്കോട് മറ്റുള്ള വന്നപ്പോൾ ഇവിടെ നെല്ലിക്കോട് കലാസമിതി എന്നൊരു കലാസമിതിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഞാനൊരു നോട്ടീസിനകത്ത് ചില ലേഖനമൊക്കെ വരുമല്ലോ. അങ്ങനെ ഞാനൊരു ലേഖനം ദേവരാജ സംഗീതം പറഞ്ഞ ഒരു ലേഖനത്തിൻ്റെ അതിൽ എഴുതിയിരുന്നു. ഈ പറഞ്ഞ എടുത്ത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ കിളങ്കകൾ എന്തിനി കൈവളകൾ എൻ പ്രിയനെന്നരികിൽ വരികയില്ലെങ്കിൽ 1000 ഉഷസ്സുകൾ ഒന്നിച്ചുദിച്ചു നിൽക്കും ആ മുഖമെന്നു ഞാനരികിൽ കാണും. വികാരസാന്ദ്രമായിട്ട് പാടുക. അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പാട്ട് നമ്മുടെ വീഡിയോയിൽ ഒരിക്കൽ പാടിയിട്ടുണ്ട്. എൻ്റെ പാട്ട് എങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പിന്നീട് പറഞ്ഞില്ല. അപ്പോൾ അതെന്താ വെച്ചാൽ പാടാൻ കാരണം സാഹചര്യം മാത്രമല്ല കുമാരനാശാൻ്റെ ഒന്ന് ഓർപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. കാരണം കുമാരനാശാൻ്റെ വീണപൂ എന്ന് കരുതിയുണ്ട്. വീണപൂ എന്നൊക്കെ 100-ാം വർഷമാണ്. ഒന്ന് ഓർപ്പെടുത്തോട്ട് ഞാൻ പാട്ട് പാടി. അതുപോലെ പല പുതിയ പാട്ടുകാർ. അതായത് അപ്പം അത് നമ്മുടെ വൈകാരികമായിട്ട് ഇങ്ങനെ ഒരു ഇത്. അപ്പം അത് നമ്മൾ നിത്യജീവിതത്തിൽ ദിവസമുള്ള അനുഭവപ്പെടുന്ന കാര്യം. അപ്പം അങ്ങനെയുള്ള സംഭവം നമുക്ക് മാതൃഭാഷ ഇവിടെ കിട്ടുന്നു. അപ്പം മാതൃഭാഷ നമുക്ക് നിലയ്ക്ക് കിട്ടും. പക്ഷെ വേറെ കാര്യം എന്തൊക്കെ സംബന്ധിച്ച പഠനത്തിൽ നമ്മളെ ഇൻഫർമേഷൻ ടെക്നോളജി കാലഘട്ടമാണ്. നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് കൂടിയാണെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി നമ്മൾ വരാനുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് സാമ്പത്തികമായിട്ട് മേന്മ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാതെ നടക്കില്ല. ഇംഗ്ലീഷ് വേണം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സംഭവം. അതായത് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ ഇംഗ്ലീഷ് വേണം. മനസ്സിന് ഏർപ്പെടുത്തി വെക്കണമെങ്കിൽ നമുക്ക് മലയാളം പ്രാദേശിക ഭാഷ. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം. അതായത് ഇതിനെ പറ്റി അങ്ങനെയുള്ളൊരു കാര്യം പറ്റി ഇതിൽ ലോഹിയുടെ ഇതുണ്ടല്ലോ, ഈ പുസ്തകത്തിലൊരു ചാപ്റ്ററുണ്ട്. അതായത് ഭൗതികതയും ആത്മീയതയും ചരിത്രത്തിൽ അത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. അപ്പം അതുപോലെയുള്ള കുറേ ചാപ്റ്റർ ഈ ചരിത്രത്തക്കം പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒന്ന് ചരിത്രത്തിൻ്റെ ഭൗതിക വ്യാഖ്യാനം മാർക്സിനെ പറ്റിയില്ല. പിന്നെ ഭൗതികതയും ആത്മീയ ചരിത്രത്തിൽ, പിന്നെ വർഗവും ജാതിയും, ഭൂഖണ്ഡാന്തര മാറ്റങ്ങൾ, മനുഷ്യവർഗ അഭ്യാഗമനം, ആഭ്യന്തര അഭ്യാഗമനം, വർത്തമാന സ്വപ്നങ്ങൾ, ആധുനിക നാഗരികപ്പൊരുൾ. ആധുനിക നാഗരികപ്പൊരുൾ ഞാൻ നേരത്തെ പറഞ്ഞ തീരെ ഫെമിനിസം, പിന്നെ സമ്പൂർണ്ണ കാര്യക്ഷമത, പരമാവധി കാര്യക്ഷമത തുടങ്ങിയിട്ട് ഈ MG സാറുണ്ട്. ഈ പുസ്തകം ആദ്യത്തെ പ്രഭാഷണം ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം 68 കാലം അടുത്ത് ഇദ്ദേഹം മരിക്കുന്ന 2 വർഷം ഈ MGS ഒരു ദോഷാനുകൂല പ്രശ്നം കൗണ്ട് ഇന്ത്യ വിചാരം വേണ്ടി നടത്തി. അന്ന് കാര്യമായി പറഞ്ഞത് ഈ ചരിത്രചക്രം എന്ന പുസ്തകത്തെപ്പറ്റി ഒരു വിമർശനം ഉന്നയിച്ചില്ല. ചിലപ്പോൾ നല്ല കാര്യങ്ങളുള്ളത് എനിക്ക് കുറച്ച് കാര്യം എക്സ്പ്ലെയിൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഇദ്ദേഹത്തോടും MGSനോടും പിന്നെ ചെയ്യാൻ പറ്റിയ കാര്യം വെച്ചാൽ, അതായത് നമ്മുടെ ഇവിടെ ചരിത്ര വിദ്യാർത്ഥികൾ നമ്മളെ ഈ പരിപാടി ഇങ്ങനെ പറയാം ഡോക്ടറേറ്റുള്ള ആൾക്കാർ നേരത്തെ പഠിച്ച ആൾക്കാർക്കുണ്ട്. അപ്പോൾ അവർ ഈ കാര്യം സാധാരണക്കാർക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രബന്ധത്തിൻ്റെ ഈ ഓരോ ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ എന്താ അടങ്ങിയിരിക്കുന്നതെന്ന് സാധാരണക്കാരായ ആൾക്കാർക്ക് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും.
അതിന് അവർ ശ്രദ്ധിക്കണം. അവർ ഈ ചരിത്ര വിദ്യാർത്ഥികൾ പേറ്റിക്കാർക്ക് കുറിച്ച് ഈ ഒരു കാര്യം ചെയ്താൽ ഉദ്യോഗസ്ഥരോട് അതോടൊപ്പം തന്നെ നമ്മൾ നാട്ടിനോട് ചെയ്യുന്ന ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ